മിനിയാന്ന് ഞാൻ വൈകുന്നേരം CM-നെ കാണാൻ പോയി. CM-നോട് മുൻകൂട്ടി അനുമതി ചോദിച്ച് ഞാൻ CM-ൻ്റെ അടുത്തൊരു പ്രപ്പോസൽ വെച്ചു, ഒരു റിക്വസ്റ്റ് വെച്ചു. എൻ്റെ മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഓൺ ലെഗസി അവകാശപ്പെടുന്ന ഏറ്റവും ചുരുങ്ങിയ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള, ഏറ്റവും വലിയ ഹെറിറ്റേജ് പാരമ്പര്യമുള്ള എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് ചെയ്യാനുള്ളത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബഹുമാന്യനായ അബ്ദുൾ റബ്ബ് സാഹിബ് പരപ്പനങ്ങാടിയിൽ കൊണ്ടുവന്ന LBS IASTയുടെ ആ ഫയൽ ഒന്നുകൂടി പൊടി തട്ടി CM-ൻ്റെ അടുത്തേക്ക് കൊടുത്തു. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, സയൻസ് ആൻഡ് ടെക്നോളജി. ആ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആ സംവിധാനം എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന കണക്കെ പോലെ ഈ പറയുന്ന നീതി നിഷേധം തുടർന്നു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ മറിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹവും അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കാലം ഏറ്റവും മികവാർന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ഇന്ന് വീണ്ടും ആ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരികയാണ്. അതിൻ്റെ ഇടയിൽ അത്ര ഒരു പ്രയോറിറ്റി അതിന് നിലനിൽക്കാത്ത ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ IT-യെക്കുറിച്ച് പറയാറുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച്. നമ്മൾ AI-യെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാറുള്ളത്. നമ്മുടെ പരിസര പ്രദേശത്തൊക്കെയുള്ള, അത് കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കാണെങ്കിലും, സൈബർ പാർക്ക് കോഴിക്കോട്ടുള്ളതാണെങ്കിലും, ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തുള്ളതാണെങ്കിലും ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങളുണ്ട്. മുമ്പ് ഇത്തരത്തിലുള്ള കമ്പനികളിലെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ ആ കമ്പനിക്ക് വേണ്ടി ഇവിടുത്തെ കമ്പനിയുടെ പേരിലാണ് ജോലി ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT-യോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം. ആ മാറ്റം ഒരു ചുരുക്ക ഭാഷയിൽ പറഞ്ഞാൽ, ആ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ മൾട്ടിനാഷണലായ കമ്പനികൾ ഇവിടെ ഇന്ത്യയിൽ വന്ന്, കേരളത്തിൽ വന്ന്, കർണാടകയിൽ വന്ന്, തെലുങ്കാനയിൽ വന്ന് അവരുടെ ഓഫീസുകൾ സ്ഥാപിക്കുന്ന GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ എന്നുള്ളതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. ലോകത്തെ ഏറ്റവും ടാലൻ്റായ ആളുകളുള്ളത് നമ്മുടെ ഇടയിലാണ്. എൻ്റെ തിരൂരങ്ങാടിയിലാണ് കേരളത്തിലെ ഏറ്റവും ടാലൻ്റായ ആളുകൾ ഉള്ളത് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും CM-എ. അതുകൊണ്ട് എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി വേണം. എനിക്ക് ഈ മണ്ണിൽ സയൻസ് ആൻഡ് ടെക്നോളജി കൊണ്ടുവരണം. ഈ നാട്ടിലെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായ തിരൂരങ്ങാടിയുടെ മണ്ണിലേക്ക് നാളത്തെ സാധ്യതകളെ മുൻനിർത്തി കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള സമയമാണിത്. എല്ലാം ടെക്നോളജിയാൽ ബന്ധപ്പെട്ട ഒരു കാലമാണിത്. ഞങ്ങൾ ഇന്നിവിടെ MLA-യുടെ ഡിജിറ്റൽ ഓഫീസിന് ഇന്ന് നന്ദി കുറയ്ക്കുകയാണ്. ആരെയാണ് ഇതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ്ങിന് ആരെയാണ് വിളിക്കുക എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ പ്രോസസ്സിൽ 2 കാര്യങ്ങൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നാണ് മറുപടി തന്നത്. ആരെയാണ് എൻ്റെ പ്രോഗ്രാമിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ +2 കഴിഞ്ഞ് എൻ്റെ മകള് പറഞ്ഞു അത് ഫാത്തിമ തഹ്ലിയെ വിളിക്കണമെന്നുള്ളത്. ഞാൻ നേരെ ആ സമയത്ത് ഫാത്തിമ തഹ്ലിയെ വിളിച്ചു. പിന്നെ ഞാനൊരു രാത്രി നമ്മുടെ നേതാവ് കുഞ്ഞാക്കയുടെയും ഒക്കെ കൂടെ നന്നമ്പ്രയിൽ ഒരു വീട്ടിലേക്ക് കടന്നുപോയി. 1200 മാർക്ക് 1200 മാർക്ക് വാങ്ങിയ കേരളത്തിലെ ഏറ്റവും പ്രതിഭാധനനായ വിദ്യാർത്ഥിയെ പ്രതിനിധീകരിക്കുന്ന MLA-യാണ് ഞാൻ. ആ MLA-യുടെ ഓഫീസിൻ്റെ ഡിജിറ്റൽ ഓഫീസിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് നടത്തേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഹരികൃഷ്ണനാണ്. ഇന്നു മുതൽ എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, we will be alwaysly connected. നമ്മളെപ്പോഴും കണക്ട് ചെയ്യും ലോകത്തിൻ്റെ സാധ്യതകളിലേക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ പ്രയാണത്തിലേക്ക് ഒരു ജനപ്രതിനിധിയായി, ഒരു ജ്യേഷ്ഠ സഹോദരനായി ഞാൻ ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഈ വിജയം ഇനിയും തുടരട്ടെ. കൂടുതൽ വിജയികളായി ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏറ്റവും ഉയർന്ന മേഖലയിൽ ഈ നാടിൻ്റെ യശസ്സും പെരുമയും പ്രതിനിധീകരിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുമോദനം ഈ നാട് നൽകുന്ന അനുമോദനമാണ്. സ്വന്തം മണ്ണ് നൽകുന്ന അനുമോദനമാണ്. സ്വന്തം നാടും സ്വന്തം വീടും നൽകുന്ന അനുമോദനമാണ്. ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ശോഭനമായ ഭാവിയിലേക്ക് ഇത് മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
നിങ്ങൾ പ്രോബ്ലം സോൾവർ ആവുക. ഒരിക്കലും നിങ്ങൾ ഒരു അൺസ്കിൽഡ് ലേബേഴ്സായി പോവാതെ, ഒരിക്കലും നിങ്ങൾ സെമി സ്കിൽഡ് ലേബറായി പോവാതെ, നിങ്ങൾ ഡിസിഷൻ മേക്കേഴ്സായി പോവാനുള്ള നിങ്ങളുടെ മക്കൾ ഡിസിഷൻ മേക്കേഴ്സായി അവർ വഹിക്കുന്ന സ്ഥാനത്ത്, അവർ നടത്തുന്ന ബിസിനസ്സിൽ, അവർ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവർ ഡിസിഷൻ മേക്കേഴ്സ് ആവാനുള്ള പ്രോസസ്സിൽ നമുക്ക് ഒരുമിച്ച് നാടിനെ ഒരുമിച്ച് അണിനിരത്തുകയും ലക്ഷ്യത്തിലെത്താൻ കഴിയുകയും ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെയ്ത എല്ലാ പിന്തുണക്കും മുമ്പോട്ടുള്ള പ്രയാണത്തിനുള്ള പ്രചോദനത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും, പാരൻസിനെ, ടീച്ചേഴ്സിനെ, മിടുക്കരെ, പ്രതിഭകളെ ഹൃദ്യംഗമായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.